ഹായ്, ഇന്നത്തെ നമ്മളെ വീഡിയോ സോഫ ക്ലീനിങ്ങിനെ പറ്റിയിട്ടുള്ളതാണ്. എത്ര അഴുക്ക് പിടിച്ച സോഫയാണെങ്കിലും നമുക്ക് അഴുക്കൊക്കെ മാറ്റി പുത്തം പുതിയതുപോലെ ആക്കാൻ പറ്റും. പിന്നെ നമ്മൾ ബെഡിൻ്റെ ഹെഡ് ബോർഡ് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. പിന്നെ ഡൈനിങ് ടേബിളിൻ്റെ ചെയർ, ഇതൊക്കെ ക്ലീൻ ചെയ്യാൻ ഈ സെയിം മെത്തേഡ് യൂസ് ചെയ്താൽ മതി. നമുക്ക് വളരെ പെട്ടെന്ന് എല്ലാ അഴുക്കും മാറ്റി നല്ല വൃത്തിയായി പുതിയതുപോലെ ആക്കാൻ പറ്റും. ആദ്യം തന്നെ നമുക്ക് ഒരു ക്ലീനിങ് ലിക്വിഡ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് 1 സ്പൂൺ ബേക്കിംഗ് സോഡയാണ് ഇടുന്നത്. ഇനി ചേർത്തുന്നത് വാഷിംഗ് ലിക്വിഡാണ്. വാഷിംഗ് ലിക്വിഡ് ഇല്ലെങ്കിൽ 1 സ്പൂൺ സോപ്പ് പൊടി ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് കംഫർട്ടാണ്. കംഫർട്ട് ഇതിൽ ഓപ്ഷണലാണ്, ഒരു സ്മെല്ലിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതേ ഉള്ളൂ. കംഫർട്ട് ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് ചൂടുവെള്ളമാണ് ചേർക്കുന്നത്. ചൂടുവെള്ളം ചേർത്തി കഴിഞ്ഞാൽ നമ്മൾ ഏത് തുണിയാണോ ക്ലീനിങ്ങിന് ഉപയോഗിക്കുന്നത് ആ തുണി ഇതിലേക്കൊന്ന് പുതിർത്തിയിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക. സോഫ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ അതിലുള്ള എല്ലാ പൊടിയും നമ്മളൊന്ന് തട്ടി മാറ്റണം. ഇല്ലെങ്കിൽ അത് ലിക്വിഡായിട്ട് കൂടുതൽ പറ്റി പിടിക്കുകയുള്ളൂ. അപ്പോൾ നന്നായിട്ട് തന്നെ അതിലുള്ള പൊടിയൊക്കെ ഒന്ന് തട്ടി മാറ്റാം. ഇനി നമ്മൾ ആ ലിക്വിഡിൽ മുക്കി വെച്ച തുണിയിൽ ഒരു ലിഡ് വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ കാണുന്ന പോലെ ഇങ്ങനെ ടൈറ്റാക്കി പിടിച്ചതാണ്. ഇനി നമ്മൾ അതുകൊണ്ട് നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്യുക ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാ വെച്ചാൽ നമ്മളിത് വെള്ളത്തിൽ മുക്കിയ തുണിയാണല്ലോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതില്ലാണ്ട് ചെയ്യുമ്പം നമ്മൾ ആദ്യം ഒരിക്കുന്നിടത്തിൽ തോനെ ലിക്വിഡാവും, വെള്ളമാവും. പിന്നത്തേക്ക് വെള്ളം കുറഞ്ഞു വരും. സോഫയിൽ നമുക്ക് തോനെ വെള്ളമായാലും ഉണങ്ങാനൊക്കെ ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ എല്ലാ ഭാഗത്തും ഒരേപോലെ വെള്ളമാവും. നമ്മളിതാ കുറച്ച് ഭാഗമൊക്കെ ഇങ്ങനെ ഉരച്ച് വന്നപ്പോൾ തന്നെ തുണിയിൽ നന്നായിട്ട് അഴുക്കായിട്ടുണ്ട്. അപ്പോൾ ആ തുണി ഒന്നുകൂടി ഒന്ന് വെള്ളത്തിലിട്ട് കഴുകിയെടുത്തിട്ട് പിന്നെയും നമ്മൾ ഇതേപോലെ തന്നെ ഒന്ന് നല്ലോണം എല്ലാ ഭാഗവും റബ്ബ് ചെയ്തെടുക്കാം. ഇവിടെ നമ്മൾ ഒരു വശം നന്നായിട്ട് ഉരച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. ഈ കംഫർട്ടൊക്കെ ഇട്ടതുകൊണ്ടല്ലേ നല്ലൊരു സ്മെല്ലും ഉണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഇപ്പം തന്നെ ഡിഫറൻസ് കാണാൻ പറ്റും രണ്ട് സൈഡും. ഇനി ഇതായി കാണുന്ന പോലെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ച് കിടക്കുന്നുണ്ടെങ്കിൽ നമ്മളൊരു പഴയ ടൂത്ത് ബ്രഷ് എടുത്തിട്ട് ആ തുണി കൊണ്ട് ഒന്ന് നനച്ചു കൊടുക്കുക. എന്നിട്ട് ടൂത്ത് ബ്രഷ് കൊണ്ട് ഒന്ന് നമ്മൾ ഉരച്ചെടുത്താൽ പെട്ടെന്ന് തന്നെ ക്ലീൻ ആവും. ഇപ്പോൾ ഇതാ ഇവിടെ സോഫ ഫുള്ള് നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലുണ്ട്. നമ്മൾ കംഫർട്ട് യൂസ് ചെയ്തുകൊണ്ട് നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്കിവിടെ കട്ടിലിൻ്റെ ഹെഡ് ബോർഡൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റും കേട്ടോ. ഇതുപയോഗിച്ചിട്ടില്ലേ നമുക്ക് സാധാരണ നമ്മൾ ഡസ്റ്ററാണല്ലോ യൂസ് ചെയ്യുക. ഇത് ഉപയോഗിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നല്ല രീതിയിൽ തന്നെ അത് തീരെ അഴുക്കില്ലാണ്ട് നമുക്ക് ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയാക്കി എടുക്കാൻ പറ്റും. പിന്നെ അത് ശരിക്കും നമുക്ക് കണ്ടാൽ മനസ്സിലാവും അത്രത്തോളം അഴുക്ക് അതിലുണ്ടായിരുന്നു എന്നുള്ളത്. അതേ രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും ആ ഹെഡ് ബോർഡിൻ്റെ അവിടെ നിന്ന് എത്രത്തോളം ചേറാണ് ഈ തുണിയിലായിട്ടുള്ളതെന്ന്. ഇതേപോലെ നമുക്ക് ഈ ഡസ്റ്റ് അലർജിയൊക്കെ ഉള്ളവർക്ക് നമ്മൾ ഡസ്റ്റർ വെച്ച് ക്ലീൻ ചെയ്യുമ്പോൾ അവർക്ക് അത് കൂടുകയുള്ളൂ. അപ്പം നമ്മളൊന്ന് ഇങ്ങനെ നനച്ച് തുടച്ചാൽ അവർക്ക് ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇനി നമുക്ക് ഈ ഡൈനിങ് ടേബിളിൻ്റെ ചെയറൊക്കെ ക്ലീൻ ചെയ്യാനും സെയിം മെത്തേഡ് യൂസ് ചെയ്യാം കേട്ടോ. ഡൈനിങ് ടേബിളിൻ്റെ ചെയറിലിപ്പോൾ അറിയാമല്ലോ, കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ എപ്പോഴും എന്തെങ്കിലുമൊക്കെ തൂത്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ അത് ഇങ്ങനെ തന്നെ ഒന്ന് ഇങ്ങനെ തന്നെ ക്ലീൻ ചെയ്താൽ മതി. അധികമായിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ എല്ലാ ചേറും പോവും, കറയും പോവും, നല്ല ക്ലീനായിട്ട് കിട്ടും. ഇതേപോലെ തന്നെ നമുക്ക് വീട്ടിലുള്ള കുഷ്യൻ വെച്ചിട്ടുള്ള ഏത് ഫർണിച്ചറും നമുക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇനി നമുക്ക് കുട്ടികളിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഫുഡൊക്കെ ആയാലുണ്ടല്ലോ, ഇതിലൊക്കെ നമുക്ക് ഇതേപോലെ തന്നെ ചെയ്താൽ മതി. വളരെ പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു മെത്തേഡാണത്. ഇനി വളരെ പഴകിയ ഫർണിച്ചറും വളരെ കൂടുതൽ അഴുക്കുള്ളതൊക്കെ ആണെങ്കിൽ നമ്മളൊന്ന് 2 ആഴ്ച ഇടവിട്ട് ഇങ്ങനെ ചെയ്താൽ മതി. നമുക്കത് നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും ഇങ്ങനെ ചെയ്താൽ. അതിനിത് നമ്മൾ ബാക്കി വന്ന ലിക്വിഡ് കളയേണ്ട ആവശ്യമില്ല. നമ്മൾ കംഫർട്ടൊക്കെ ഒഴിച്ചതാണല്ലോ, നല്ലൊരു സ്മെല്ല് തന്നെയാണ് അതിനുള്ളത്. അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഷൂ റാക്ക്, എന്തെങ്കിലുമൊക്കെ ഷെൽഫൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ നമുക്കൊന്ന് തുടച്ചിടാം. നല്ല ഫ്രഷായിട്ടും നല്ലൊരു സ്മെല്ലും ആയിരിക്കും ഇതുകൊണ്ട് ക്ലീൻ ചെയ്താൽ. പെട്ടെന്ന് ക്ലീൻ ആവുകയും ചെയ്യും. വളരെ നല്ലൊരു ടിപ്പാണിത്. ചെയ്ത് നോക്കിയാൽ എന്തായാലും ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.